ഈ റെസ്റ്റോറന്റ് ഓണർ ഓരോ പ്രാവശ്യവും കുക്ക് ചെയ്യുമ്പോൾ തന്റെ സീക്രട്ട് റെസിപ്പി പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി സൂപ്പ് ഉണ്ടാക്കുന്ന പോട്ട് ചെയിൻ യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല ഫൈനൽ ഇൻഗ്രീഡിയന്റ് ഇടുന്ന ടൈമിൽ എല്ലാവരെയും പുറത്താക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ പുതുതായി പാത്രം കഴുകാൻ വന്ന എംപ്ലോയിയെ ആ സൂപ്പിന്റെ മണം ആകർഷിക്കുന്നു. അതേസമയം മറ്റൊരാൾ വന്ന് ആരോ ബിസിനസ് ആവശ്യത്തിനായി വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് ഓണറിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ പോകുന്ന വെപ്രാളത്തിൽ അയാൾ ആ റൂം ലോക്ക് ചെയ്യാതെ പോകുന്നു. അപ്പോൾ ആ എംപ്ലോയി ആരും അറിയാതെ അതിനകത്ത് കയറുന്നു. അതിനുശേഷം ആ സൂപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ അവൻ ആ ടേസ്റ്റ് എൻജോയ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു എംപ്ലോയി അവനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വേഗം തന്നെ ഓണറിനെ അറിയിച്ചതും എല്ലാവരും ചേർന്ന് അവനെ അടിക്കാൻ തുടങ്ങുന്നു. അത് മാത്രമല്ല ഓണർ തന്റെ അബലാനി സൂപ്പ് മോഷ്ടിച്ചു കഴിച്ചെന്ന് പറഞ്ഞ് അവനോട് നഷ്ടപരിഹാരവും ചോദിക്കുന്നു. അപ്പോൾ ഓണറിനോട് ബിസിനസ് മാറ്റർ സംസാരിച്ചു കൊണ്ടിരുന്ന ലേഡി ശബ്ദം കേട്ട് അവിടേക്ക് വരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ എംപ്ലോയി ഞാൻ അബലാനി തൊട്ടിട്ടേയില്ല, സൂപ്പ് മാത്രമാണ് ടേസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. ഉടനെ ആ ലേഡി അബലാനി കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. അവരത് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ പോട്ടിലുണ്ടായിരുന്ന എല്ലാ അബലാനിയും അതിനകത്ത് തന്നെയുണ്ട്. എന്നാലും ആ ഓണർ അവൻ സൂപ്പ് ടേസ്റ്റ് ചെയ്തെങ്കിൽ എന്റെ റെസിപ്പി മോഷ്ടിക്കാൻ വന്നതാണ്, അതുകൊണ്ട് $1 മില്യൺ നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ലേഡി സൂപ്പ് സ്മെൽ ചെയ്ത് നോക്കി അതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയി പറയുന്നു. എന്നിട്ട് ഇതിനെന്തിനാണ് $1 മില്യൺ എന്ന് ചോദിക്കുന്നു. അതിനയാൾ നീ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് മിസ് ചെയ്തു, അതാണ് എന്റെ സീക്രട്ട് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു. പക്ഷെ ആ ലേഡി പാനിക് ആവാതെ അതും എനിക്ക് അറിയാമെന്ന് പറയുന്നു. നോക്കുമ്പോൾ അതിനുശേഷമാണ് അയാൾ അജിനോമോട്ടോ പോലുള്ള ടേസ്റ്റ് എൻഹാൻസർ യൂസ് ചെയ്താണ് ഇത്രയും നാൾ എല്ലാവരെയും പറ്റിച്ചതെന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ അവളത് കണ്ടുപിടിച്ചത് കൊണ്ട് അയാളുടെ കള്ളം പൊളിയുന്നു.